എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ കാനഡയിലെ സിഡ്നി എന്ന സ്ഥലത്തു നിന്നും ഷെഫ് റോബിൻ. ഒരു ഉഗ്രൻ മട്ടൻ കറിയാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്നത്. നമ്മളുടെ തിരുവനന്തപുരം ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പൊളപ്പൻ മട്ടൻ കറി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ രുചികരമായ റെസിപ്പികൾക്കായി ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും കൃത്യമായി നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുകയും ചെയ്യുക. അപ്പോൾ നമുക്ക് പാചകത്തിലോട്ട് കടക്കാം. ആദ്യമായി നമുക്ക് വേണ്ടത് 1 കിലോ മട്ടൻ, 4 സവാള, 4 പച്ചമുളക്, 1 തക്കാളി, കുറച്ച് കറിവേപ്പില, 1 ബേ ലീഫ്, 10 ഗ്രാമ്പൂ, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കറുവാപ്പട്ട, 1 തക്കോലം, 6 ഏലക്ക, 1/4 ടീസ്പൂൺ ജീരകം. ഇനി ഇതിനു വേണ്ട മസാലപ്പൊടികൾ എന്തെന്ന് നോക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ കായപ്പൊടി, 50 ml വെജിറ്റബിൾ ഓയിൽ, മട്ടൻ മാരിനേറ്റ് ചെയ്യാനായി 100 ഗ്രാം തൈര്, ആവശ്യത്തിന് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ചത്. ഇനി സവാള തൊലി കളഞ്ഞ് സ്ലൈസ് ചെയ്യണം. ഇനി തക്കാളി ചെറുതായി അരിഞ്ഞെടുക്കാം. എടുത്തു വച്ചിരിക്കുന്ന പച്ചമുളക് വെറുതെ ഇടാവുന്നതാണ്. ഇനി നമുക്ക് മട്ടൺ മാരിനേറ്റ് ചെയ്യുന്നതിലേക്ക് കടക്കാം. മട്ടണിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന തൈര് ചേർക്കുക. അതിനുശേഷം അതിലേക്കായി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന്റെ പകുതി ചേർക്കുക. ഇനി ഇതിലേക്ക് ഗരം മസാലപ്പൊടി, എടുത്തു വച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയുടെ പകുതി, കുരുമുളക് പൊടിയുടെ പകുതി, മുളക് പൊടിയുടെ പകുതി, ആവശ്യത്തിന് ഉപ്പ്, എന്നിട്ട് ഈ ചേരുവകളെല്ലാം ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി ഈ മാരിനേഷനിലേക്ക് അല്പം സവാള ചേർത്ത് നന്നായി കുഴയ്ക്കുക. ഈ മാരിനേറ്റ് ചെയ്ത മട്ടൻ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുക. 1 മണിക്കൂറിന് ശേഷം മട്ടൻ കറി ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന എണ്ണ ഒഴിക്കുക.
ചൂടായ എണ്ണയിലേക്ക് ആദ്യം എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ചേർക്കുക. അതിലേക്ക് സവാള ചേർത്ത് നന്നായി ഇളക്കുക. ഉപ്പ് ചേർക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഗരം മസാലയുടെയൊക്കെ നല്ല വാസന വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യാം. പിന്നെ പച്ചമുളക് കൊടുക്കാം. വേലി വലുതാണ്, അതുകൊണ്ട് ഞാൻ ഇതിനെ അങ്ങ് ഒടിച്ചിട്ട് കൊടുക്കാം. ഈ ബാക്കിയുള്ള ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പൊടികൾ ആഡ് ചെയ്യാം. ബാക്കിയുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ബാക്കിയുള്ള കുരുമുളക് പൊടി, കായപ്പൊടി, ടൊമാറ്റോ, ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത മട്ടൺ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
അല്പം വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക. മട്ടൺ വേവാൻ ഏകദേശം 1.5 മണിക്കൂറെങ്കിലും എടുക്കും. അതുവരെ വെള്ളം ചേർത്ത് നന്നായി വേവിച്ചുകൊണ്ടേയിരിക്കുക. മട്ടൻ്റെ കൊഴുപ്പ് ഈ കറിയിൽ സെപ്പറേറ്റ് ആകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാം മട്ടൻ കുക്കായിട്ടുണ്ട്. നല്ല കൊഴുത്ത മട്ടൻ കറി റെഡിയായിട്ടിരിക്കുകയാണ്.